കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കർത്താവിൻ്റെ കൃപയിൽ നമ്മെ നടത്തുന്നതാവും. യാക്കോബിൻ്റെ പുത്രന്മാരെ നാം ഒടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാണ്. സഹോദരങ്ങളെ, നമുക്ക് ഇന്ന് പകൽ പറയാൻ കഴിയും, നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വയാണ്, അവിടുത്തെ വിശ്വസ്തതയാണ്. നമ്മോടുള്ള അവിടുത്തെ കരുണ തീർന്നു പോകുകയില്ല. തൻ്റെ ദയയാൽ തൻ്റെ ജനത്തെ അവിടെ നടത്തിയ ദൈവമാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തയിടത്ത് ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠഭുജത്തിനായി നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കും. അവിടുന്ന് എൻ്റെ വലത്തു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. ദൈവത്തെ എപ്പോഴും നമ്മുടെ മുമ്പിൽ വെക്കണം. എപ്പോഴും ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മൾ നടക്കണം. അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് കുലുങ്ങിപ്പോകാൻ ഇടയാവില്ല. കുലുങ്ങിപ്പോകാൻ എന്നാൽ പലപ്പോഴും നമ്മൾ പ്രശ്നങ്ങളാണ് മുമ്പിൽ വെക്കുന്നത്. നമ്മുടെ മുമ്പിലുള്ള വിഷയങ്ങളാണ് നമ്മുടെ മുമ്പിൽ വലുതായി നിൽക്കുന്നത്. ഭാരമുള്ള വലിയ കല്ലാണ് നമ്മളെ അലട്ടുന്നത്. ഇന്നിൻ്റെ വിഷയങ്ങളാണ് നമ്മുടെ ജീവിതത്തെ കുലുക്കുന്നത്. എന്നാൽ വലിയവനായ ദൈവം, സർവശക്തനായ ദൈവം, സകലത്തിൻ്റെ ലാക്കും കാരണഭൂതനായവൻ, എല്ലാം ഭംഗിയായി പരിഹരിക്കാൻ കഴിവുള്ളവൻ നമ്മുടെ കൂടെയുണ്ട്. അതിനായി സ്തോത്രം ചെയ്യും. ആ ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. അവിടുത്തെ മുമ്പാകെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ വിഷയമൊന്നും അല്ലെന്നേ. നമ്മളത് വലുതായിട്ട് പറയുമ്പോൾ ദൈവം പറഞ്ഞോ അത് വലിയ വിഷയമാണ്, വലിയ സങ്കീർണമാണ്, ഭയങ്കര ഗുരുക്കാണ്, ഒത്തിരി ആഴമാണ്. ദൈവം ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയുന്ന ഒരു ദൈവമാണോ സഹോദരങ്ങളെ നമ്മുടെ ദൈവം? ഏത് വിഷയത്തിൽ നിന്നും ആശയറ്റത്, ഇപ്പം തീരുമെന്ന് ചിന്തിക്കുന്നത്, വെളിച്ചം കാണാൻ പറ്റാത്തത്, നാളുകളായി ഒതുങ്ങിയിരിക്കുന്നത്, നമുക്കത് വലിയ വിഷയമാണ്. ദൈവത്തിനത് വിഷയമല്ല. ബന്ധിക്കപ്പെട്ടവരോട് പുറത്തു വരാൻ പറയാൻ, അന്ധകാരത്തിലിരിക്കുന്നവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ, കാരാഗ്രഹത്തിലിരിക്കുന്നവരെ അതിൽ നിന്ന് വിടുവിക്കാൻ കർത്താവിൻ്റെ ഒറ്റ വാക്ക് മതി. ഇന്ന് അതൊന്ന് വിശ്വസിക്കൂ, അതൊന്ന് ഏറ്റെടുക്കൂ. എൻ്റെ വിഷയത്തിന് വിടുതലുണ്ടാകുമോ, നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ചിന്തിച്ച് ഭയപ്പെട്ട് ഭാരപ്പെട്ട നിരാശയകത്ത് വരുമ്പോൾ നമ്മളെ കാണുന്ന ഒരുവനുണ്ട്, നമ്മളെ അറിയുന്ന ഒരുവനുണ്ട്, നമ്മെ നടത്തുന്ന ഒരുവനുണ്ട്, സഹായിക്കുന്ന ഒരുവനുണ്ട്. അവിടുത്തെ കാര്യം കുറുതായി പോയിട്ടില്ല. അവിടുത്തെ പ്രവൃത്തിയിൽ നിന്നും നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഇന്ന് പകൽ ധൈര്യത്തോടെ കടന്നു വരാം. വിരുദ്ധത്തിൻ്റെ ആത്മാവ് നമ്മുടെ അകത്ത് നിന്ന് മാറട്ടെ. പുത്രത്വത്തിൻ്റെ ആ ശക്തി നമ്മുടെ അകത്ത് വ്യാപരിക്കട്ടെ. ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. അന്ധകാര വെല്ലുവിളികൾ ഇന്ന് പ്രഭാതത്തിൽ തകരട്ടെ.
നിങ്ങളെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ലെന്നൊരു ഉറപ്പ് അകത്തുണ്ടെങ്കിൽ നമ്മൾ ശക്തരായിത്തീരും, നമ്മൾ ധന്യരായിത്തീരും. അകത്തെ ഭയം ഇന്ന് പകൽ മാറിപ്പോകട്ടെ, ഭീരുത്വം ഇന്ന് പകൽ മാറിപ്പോകട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ. വളരെ സുപരിതമായ വാക്യം, ഒത്തിരി പ്രസംഗം കേട്ട ഭാഗം. യോഹന്നാൻ സുവിശേഷം 11:40. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. ഈ സംഭവം നമുക്കെല്ലാം അറിയാം. ലാസറിന്റെ കല്ലറയ്ക്കൽ യേശു വന്നു. മാർത്ത പറഞ്ഞ പ്രസ്താവനയ്ക്ക് മറുപടിയാണ് യേശു ഇവിടെ നൽകുന്നത്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. ഈ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഞാൻ പോകാൻ താല്പര്യപ്പെടുന്നു. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും, അവിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം തടസ്സപ്പെടും, കാണില്ല. ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നു, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരും, അത് വെളിപ്പെട്ടു വരും. സംശയിച്ചാൽ, അവിശ്വസിച്ചാൽ അത് സംഭവിക്കില്ല. വിശ്വസിക്കുന്നവരാണ് കാണുന്നത്. പക്ഷെ വിശ്വസിക്കാൻ പ്രയാസമാണ്. പ്രയാസമായ വിഷയത്തെ, അസാധ്യമായ വിഷയത്തെ കുടുംബക്കാരും കൂട്ടുകാരും നാട്ടുകാരും ഒരുപോലെ നടക്കില്ല എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കർത്താവ് ഉയർപ്പിക്കുമെന്നും കർത്താവ് പുറത്തു കൊണ്ടുവരുമെന്നും വിശ്വസിക്കാൻ തയ്യാറാവണം. ആവർത്തിക്കാം, സാധ്യതകളെല്ലാം അടഞ്ഞ വിഷയം. ഇവിടെ നോക്കൂ, മാർത്ത പറഞ്ഞത് നാറ്റം വെച്ചു, കല്ല് വെച്ചു, 4 ദിവസമായി. അങ്ങനെയൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല ഇതിനു മുമ്പും, ഇനി സംഭവിക്കില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ഒടുക്കത്തെ നാളിലേ ഉള്ളൂ. അവിടെയാണ് കർത്താവ് പറഞ്ഞത്, വിശ്വസിച്ചാൽ. 4 ദിവസമായി നാറ്റം വെച്ചു, കല്ല് വെച്ചു, പക്ഷേ എൻ്റെ യേശു വന്നാൽ മഹത്വം വെളിപ്പെടുമെന്നും യേശു വന്നാൽ അത്ഭുതം സംഭവിക്കുമെന്നും യേശു വന്നാൽ ഏതവസ്ഥയിൽ കിടക്കുന്ന സബ്ജക്റ്റിനെയും പുറത്ത് കൊണ്ടുവരുമെന്ന് വിശ്വസിച്ചാൽ മഹത്വം കാണും. തുടക്കത്തിൽ പറഞ്ഞതുപോലെ സാഹചര്യങ്ങൾ, സാധ്യതകൾ സങ്കീർണമായത് ചിന്തിച്ച് വ്യാകുലപ്പെടാതെ വിശ്വസിച്ചാൽ ഇന്നു പകൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ മഹത്വം ഇറങ്ങും. ആ തകർച്ച തമ്പുരാൻ എടുത്ത് മാറ്റും. സാഹചര്യങ്ങൾ നോക്കരുത്. നിങ്ങളുടെ തലമുറകൾ ദൈവത്തിന് മഹത്വം ഇറങ്ങും. നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ദൈവപ്രവൃത്തി ഇറങ്ങും. നിങ്ങളുടെ ശരീരത്തിന്മേൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങും. ആവർത്തിച്ച് പറയുന്നു, സങ്കീർണമായ സാഹചര്യങ്ങൾക്ക് അതീതമായൊരു വിശ്വാസം ഇന്നു പകൽ വെളിപ്പെടുമെങ്കിൽ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, ലോകം ചർച്ച ചെയ്ത പലരും എഴുന്നേറ്റു, പലരുടെ കണ്ണു തുറന്നു, പലരെ സൗഖ്യമാക്കി. പക്ഷേ ഈ സബ്ജക്റ്റ് ഇപ്പോൾ നടക്കുമോ? അതിനു മുമ്പുള്ളൊരു ചർച്ചയായിരുന്നു. പക്ഷേ പലരെയും എഴുന്നേൽപ്പിച്ചവൻ, പലരുടെയും കണ്ണു തുറന്നവൻ, വിടുവിച്ചവന് ഈ സബ്ജക്റ്റും കഴിയുമെന്ന് വിശ്വസിച്ചാൽ. ഇന്നലകളിൽ ദൈവം വിടുതൽ നൽകി, വഴി തുറന്നു, നിർത്തി, സഹായിച്ചു. പക്ഷെ ഇന്ന് അതിനേക്കാൾ രൂക്ഷമായ ഒരു പ്രതിസന്ധിയിലൂടെ സഹോദര സഹോദരി, കുഞ്ഞെ, നിങ്ങൾ കടന്നു പോകുമ്പോൾ വിളിച്ചു പറയാൻ നിയോഗമുള്ളത്, ഇന്നലകളിൽ വിടുവിച്ചവൻ ഇന്നും വിടുവിക്കും. ഈ വിഷയത്തിനും അവിടുത്തേക്ക് കഴിയും.
വർദ്ധിപ്പിക്കാൻ കഴിയും. ഇരിക്കുന്നിടത്ത് പ്രവർത്തിക്കാൻ കഴിയും. ആഴത്തിൽ ഇറങ്ങാൻ കഴിയും. ആഴിയിൽ പാതയൊരുക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസമാണ് ദൈവമഹത്വം ഇന്ന് പകലിറക്കുന്നത്. ഒന്ന് തയ്യാറാകാമോ? ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? അവിശ്വാസം ഇനി പറയരുത് പരസ്പരം. ഭാര്യ ഭർത്താക്കന്മാരെ, ചിലത് കണ്ടിട്ട് എന്തിനാണ് നിങ്ങൾ നിരാശപ്പെടുന്നത്? ഇനിയൊന്നും നടക്കില്ല, ആര് നോക്കും, ആര് സംരക്ഷിക്കും, ആര് കരുതും, എങ്ങനെ മുൻപോട്ട് പോകും, എന്തായിത്തീരും? ഇതല്ല, ഇന്നലകളിൽ നിങ്ങൾ ഇരുന്നിടത്ത് ദൈവം പ്രവർത്തിച്ചില്ലേ? ഇന്ന് വരെ ദൈവം എന്തെങ്കിലും മുട്ട് വരുത്തിയോ? ഇന്നലെയുള്ള അവിടുത്തെ കരം ഇറങ്ങി വന്നില്ലേ? ആ കരം ഇന്ന് കുറുതായിപ്പോയോ? അങ്ങനെ വിശ്വസിക്കൂ. ആഴികളിൽ കുതിരകളെ പോലെ തന്റെ ജനത്തെ നടത്തിയ ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇന്നും ഉണ്ടെന്ന് വിശ്വസിക്കൂ. പ്രൈസ് ടു ജീസസ്. വിശ്വാസം എന്ന് ഉറക്കട്ടെ. അവിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണില്ല. വിശ്വസിച്ചാൽ സാഹചര്യങ്ങൾക്കതീതമായി വിശ്വസിച്ചാൽ ചോദ്യങ്ങൾ ഒത്തിരി നിങ്ങളോട് ചോദിക്കും ആളുകൾ. എങ്ങനെ നിങ്ങൾ വിശ്വസിക്കും? എന്തോ കണ്ടിട്ട് വിശ്വസിക്കും? പ്രാർത്ഥനയാൽ നടക്കോ? വിശ്വാസത്താൽ ഇതിൽ എന്ത് സംഭവിക്കും? ആര് നോക്കിയിട്ട് അങ്ങനെ ചോദിക്കുന്നിടത്ത് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് സ്വർഗത്തിലുണ്ട്. തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യും. ഞങ്ങളത് വിശ്വസിക്കുന്നു. പ്രഖ്യാപിക്കാൻ തയ്യാറാവും. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പകലും ഈ വാചനത്തിന്റെ ശക്തി ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നതിന് സ്തോത്രം. സാഹചര്യങ്ങൾക്കനുസരിച്ച് വിശ്വസിക്കുന്നതല്ല. സാഹചര്യങ്ങൾ എതിരാകുമ്പോൾ, നാറ്റം വെച്ചപ്പോൾ, ചർച്ച ചെയ്തപ്പോൾ, കല്ല് വെച്ചപ്പോൾ വിശ്വസിക്കുന്ന ഒരു വിശ്വാസം ഞങ്ങളുടെ അകത്ത് വരുമ്പോൾ മഹത്വം ഇറങ്ങുന്നതിന് സ്തോത്രം. എഴുന്നേൽക്കുന്നതിന് സ്തോത്രം. അകത്തായതിനെ പുറത്ത് കൊണ്ടുവരുന്നതിന് സ്തോത്രം. യെസ്, ആ ശബ്ദത്തിന്റെ ശക്തി പിതാവേ ഇന്ന് പകൽ ജനത്തിന്റെ മേൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം. സകല ബഹുമാനവും പുകഴ്ചകളും അവിടുത്തെ പാദപീഠത്തിങ്കിൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, വിശ്വസിച്ചാൽ സംശയം കൂടാതെ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങും. ഈ വചനങ്ങൾ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തു നിങ്ങളുടെ സഹോദരൻ തസ്മിച്ചു.